കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദേവദാസന്മാരിൽ നിന്ന് കേട്ട നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. പ്രിപ്പറേഷൻ വളരെ മനോഹരം, എക്സലൻറ്റ്. അത് എന്നോടുള്ളൊരു ദൂതുകൂടിയായിരുന്നു. അതുപോലെ ഒരു പ്രതികൂലത്തിൻ്റെ നടുവിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ വചനത്തിലൂടെ ദൈവം എന്നെ ബലപ്പെടുത്തി. പൗലൂസ് പറയുന്നുണ്ട്, തമ്മിൽ പ്രബോധിപ്പിക്കുക. ദേവദാസന്മാർ കൂടി വരുമ്പോൾ തമ്മിൽ പ്രബോധിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന തമ്മിൽ കർത്താവ് നമുക്ക് പ്രിയ ദാസൻ പറഞ്ഞതുപോലെ ഇതൊരു ആലയമാണ്. എല്ലാ മാസവും ഇവിടെ മീറ്റിംഗ് നടക്കണം. എല്ലാ മാസവും ദൈവമക്കൾ കടന്നു വന്ന് വരുന്നവർ വരട്ടെ, വന്ന് ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വചനം കേട്ട് വചനത്തിലൂടെ നമ്മൾ ബലപ്പെട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ മുമ്പ് പറഞ്ഞു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളാണ്. അവരുടെ കൂടെ പോയിരുന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സെപ്പറേഷൻ, ഒരു കാഴ്ചപ്പാട്, ഒരു ആത്മീയ നിലവാരം വളർത്തിയെടുക്കുക. അതിനൊരു കൂട്ടായ്മ ബന്ധത്തിലൂടെ നടക്കത്തുള്ളൂ. സഭയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നടക്കില്ലത്. അതുകൊണ്ട് അത് ചെയ്യണം. അത് ദൈവഹിതമാണ് എന്ന് ഞാൻ ഓർപ്പിച്ച്, കർത്താവിദാസന്മാർ പറഞ്ഞ ആ വചനത്തിൻ്റെ അതിനോട് ചേർന്ന് ഇപ്പോൾ ചില കണ്ടത്തിൽ കിളയ്ക്കാൻ പോയാൽ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം വന്ന് കളിക്കാൻ നേരത്ത് വേറെ ദൂരമല്ല, ആ കിളച്ചതിനോട് ചേർത്താണ് കളിക്കുന്നത്. അതൊരു പരിജ്ഞാനമാണ്, വചനപരിജ്ഞാനമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. എബ്രായ ലേഖനം മതി. സ്തോത്രം. ഈ വചനത്തിലൂടെ അല്പം സംസാരിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. കർത്താവെ, വായിച്ച വചനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. ഈ വചനത്തിലൂടെ അവിടെ നിന്ന് സംസാരിക്കണം. കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ശ്രേഷ്ഠമായ ആലോചനകൾക്ക് നൽകി അല്പസമയം കൂടി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങളെ ശക്തീകരിച്ച് കർത്താവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എബ്രായ ലേഖനം നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എങ്ങനെയാണ് കിടക്കുന്നത്? വായിച്ചോ. ആകുന്നു. അപ്പോൾ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം നമുക്ക് തരുന്നത്. നമ്മൾ വിശ്വാസികളാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പൗലൂസ് ഈ പുതിയ നിയമത്തിൽ എബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഒക്കെ എടുത്ത് തന്നേക്കുന്നതിൻ്റെ കാര്യം എന്താ? അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തെ സേവിച്ച ദൈവമായിട്ടുള്ള അവരുടെ ഇടപെടലുകൾ, അവരുടെ ജീവിതത്തിൽ വന്ന ജയപരാജയങ്ങൾ, അവരുടെ ജീവിതത്തിൽ വന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു ബുദ്ധി ഉപദേശമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്നിരിക്കുക. സ്തോത്രം. ഞാൻ പുതിയ നിയമം ശക്തിയോടെ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ തന്നെ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കർത്താവിദാസൻ പറഞ്ഞല്ലോ, പ്രിപ്പറേഷൻ. സ്തോത്രം. യിരെമ്യാവിനെ ആ കുശവൻ്റെ വീട്ടിലേക്ക് അയച്ചിട്ട് എന്ത് ചെയ്തു? ഞാൻ ഈ കുശവൻ ഇങ്ങനെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ കളിമണ്ണിങ്ങനെ എനിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മണ്ണിനെ പിടിച്ചങ്ങനെ ഞെക്കും പുള്ളി, ഉരുട്ടി. അത് ആ മണ്ണിന് ഇഷ്ടമല്ല. അപ്പോൾ പ്രതികൂലങ്ങൾ നമുക്ക് വരുന്നത് നമുക്ക് ഇഷ്ടമല്ല. പക്ഷേ ഒരു പുതിയ പാത്രമായി തീരാനാ ദൈവം ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. അത് വളരെ മനോഹരമായൊരു അനുഭവമാണ്. നമ്മൾ തോൽവി അടഞ്ഞു പോയി, നമ്മൾ പരാജയപ്പെട്ടു പോയി, നമ്മൾ നിരാശപ്പെട്ടു പോയി, എല്ലാവരും കൂടി നമ്മൾ അതും ഇതുമൊക്കെ പറഞ്ഞൊരു പരുവത്തിലാക്കി വെച്ചു നമ്മൾ ഇത് ദൈവത്തിന് നിലവിളിക്കുക, കർത്താവേ ഇങ്ങനെ ആയാലും ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് ഈ ദൂതിൻ്റെ പ്രസക്തി. ഉടഞ്ഞുപോയ കളിമണ്ണിനെ പിന്നെ ഒരു മനോഹരമായ പാത്രമാക്കി ദൈവം തീർക്കുന്നു. അതിനെന്ത് ചെയ്യുക? ദൈവപാദപീഠത്തിൽ വീഴുക. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവൻ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എനിക്ക് കിട്ടിയ ദൂതിലേക്ക് ഞാൻ കടന്നു വരുന്നു. ഇവിടെ സ്തോത്രം 11-ാം അധ്യായം ഹാബേൽ മുതൽ പേരെടുത്ത് പറഞ്ഞാൽ ആരെക്കൊണ്ട് അതിൽ ഒത്തിരി പേരുകളുണ്ട്. അവസാനത്തെ പേര് ശമൂവേൽ. ഹാബേൽ മുതൽ ശമൂവേൽ പ്രവാചകന്മാർ വരെ പേരെടുത്ത് പറഞ്ഞിരിക്കുക പൗലോസ്. സ്തോത്രം. ഇതിൽ ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ആ 8-ാമത്തെ വാക്യത്തിൽ എന്ത് എഴുതി വെച്ചേക്കുന്നത് എങ്ങനെയാ? വിളികേട്ടാറെ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ?
പോകാൻ പറഞ്ഞാൽ പോകുമ്പോൾ പോകുന്നില്ല. മനസ്സരിച്ച് ഒരു വെളിപ്പാട് കൂടി കിട്ടട്ടെ, ഒരു ദർശനം കിട്ടട്ടെ, രണ്ട് ദൂതുകൂടി പറയട്ടെ, ആരെങ്കിലും ദിവാത്മാവിൽ ഇടപെടട്ടെ. വിളി കേട്ടു, പുറപ്പെടുക എന്നൊരു വിളിയുടെ മുമ്പിൽ എന്ത് ചെയ്തു അബ്രഹാം? പുറപ്പെട്ടു. സ്തോത്രം. ആ വാക്യം ഒന്ന് മനോഹരമായിട്ടൊന്ന് വായിച്ചേ. വിശ്വാസത്താൽ, അത് കിട്ടാൻ വേണ്ടി ഞാൻ വായിച്ചത്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി ആമേൻ സ്തോത്രം അനുസരിച്ചു. ദൈവത്തിന്റെ വിളിയെ അങ്ങ് അനുസരിച്ചു. നമ്മൾ ഈ പ്രമാണങ്ങളെ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിച്ചാൽ എല്ലായിടത്തും ദൈവം നമ്മെ മാനിക്കും. കഷ്ടതകൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, ഞെരുക്കങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും. ദുഷ്ടനായ സാത്താൻ ഒത്തിരി പോരാട്ടങ്ങൾ നമുക്കെതിരെ അഴിച്ചുവിടും. നീ ദൈവത്തെ അനുസരിച്ചാൽ, അല്ലെങ്കിൽ ദൈവവചനം അനുസരിച്ചാൽ. അബ്രഹാമിന് ഒരു പേര് കൊടുത്തു അല്ലേ? ദൈവത്തിന്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം വായിക്കാം. എല്ലാത്തിലും ഓരോ ദൂതുണ്ട്. അടുത്ത വാക്യം വായിക്കാം. വചനം വായിച്ചു. ഒരു അന്യദേശത്ത് എന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ആമേൻ സ്തോത്രം പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കും. അവിടെ നിൽക്കട്ടെ. സ്തോത്രം. ഈ വായിച്ച് വചനം വായിച്ചു പോകുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത് കേട്ടോ. കാരണം വചനം പ്രസംഗിക്കാൻ സമയത്ത് ആ സമയത്ത് ഒരുങ്ങിയിരിക്കുക എന്നുള്ള പ്രബോധനം പുതിയ നിമിത്തില്. അപ്പോൾ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്ന പോലെ അവൻ താമസിച്ചു. നമ്മളും അങ്ങനെ തന്നെയാണ്. ഈ ദേശം നമുക്ക് അന്യദേശമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്ത ദേശം പത്രോസിന്റെ ലേഖനം, അതിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണെന്ന് തോന്നുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ കനാന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ഭൂമി ഒരു അന്യദേശമാണ്. ഈ ഭൂമിയിൽ നമ്മൾ വേരിറങ്ങരുത്. ഈ ഭൂമിയിലെ സ്തോത്രം ചുവകളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഈ ഭൂമിയിലെ ലോക സ്നേഹങ്ങളൊന്നും നമ്മളെ കാർന്നു പിടിക്കരുത്. അല്ലെങ്കിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊന്നും നമ്മളെ ബന്ധിച്ചിടാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. കാരണം ഇത് നമ്മുടെ ദേശമല്ല, ഇത് അന്യദേശം. ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമത്തിൽ അബ്രഹാമിന് അന്യദേശമായിരുന്നെങ്കിൽ നമുക്കിത് അന്യദേശമല്ലേ? സ്തോത്രം. സ്തോത്രം. 2 ക്യാരക്ടർ, ഞാനത് എപ്പോഴും പ്രസംഗിക്കുന്ന വിഷയം. അബ്രഹാമും ലോത്തും. അബ്രഹാം ദൈവത്തെ ആരാധിച്ചും സ്തോത്രം ദൈവത്തിന് യാഗപീഠം പണിതും ദൂതന്മാരെ സൽക്കരിച്ചും ആത്മീകമായ കാഴ്ചപ്പാടോടുകൂടി അബ്രഹാം മുൻപോട്ട് പോകുമ്പോൾ കൂടെ ഇറങ്ങിത്തിരിച്ച ലോത്ത് ചെയ്തതെന്താ? പേരിൽ കൂട്ടി കരമടച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് സ്തോത്രം പറഞ്ഞു പട്ടണവാതിൽക്കൽ പോയി വായി നോക്കിയിരിക്കുക. ഇന്ന് അനേകർ അത് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാം വിളികേട്ട് അനുസരിച്ചു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ആരെങ്കിലും ചോദിച്ചാൽ അബ്രഹാം എവിടെ പോവുക? ഈ പരവാരങ്ങളോട് എങ്ങോട്ട് പോവുക? ആ ദൈവം പറഞ്ഞു അതുകൊണ്ട് പോവുക. അത് ശരി, ലക്ഷ്യമൊന്നുമില്ലേ? ലക്ഷ്യമില്ല, ദൈവം പറഞ്ഞു അതുകൊണ്ട് പോവുക. ദൈവമക്കളെ, കർത്താവ് പറഞ്ഞത് അനുസരിച്ചാൽ, ഹല്ലേലൂയ. കൽപ്പാത്രങ്ങൾ എന്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. നിറച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? അത് വീഞ്ഞായി. പലരും അതിനെക്കുറിച്ച് ആഴത്തിലൊന്നും ചിന്തിച്ചാണോ എനിക്ക് തോന്നുന്നില്ല. വെള്ളം നിറയ്ക്കാനേ പറഞ്ഞുള്ളൂ. കർത്താവ് പറഞ്ഞു വെള്ളം നിറയ്ക്കാൻ. ഇനി എന്ത് ചെയ്തു? കോരിക്കൊണ്ട് കൊടുക്കാൻ പറയാം. വെള്ളം നിറച്ചപ്പോൾ വീഞ്ഞായി. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ചെയ്യേണ്ടത് എന്താ? കർത്താവിനെ അനുസരിക്കുക. ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ ചെയ്യുമല്ലോ. ഇപ്പൊ ഈ കത്തോലിക്കർ നമുക്കറിയാം അല്ലേ? മറിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. വലിയ ആർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിശുദ്ധ കന്യാമറിയമ്മേ ഞങ്ങളോട് അപേക്ഷിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ പല സ്ഥലങ്ങളിൽ. എന്നാൽ കർത്താവ് ആ പുള്ളിക്കാരി എന്താ പറഞ്ഞത്? അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവാൻ. കർത്താവ് പറഞ്ഞത് നമ്മൾ അനുസരിച്ചാൽ, ആരൊക്കെ നമ്മളെ പരാജയപ്പെടുത്തിയാലും, ആരൊക്കെ നമ്മളെ വിടക്കെന്നെണ്ണിയാലും, ആരൊക്കെ നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചാലും, നമ്മളെ പിശാച് തകർത്ത് കളയാനായിട്ട് ശ്രമങ്ങൾ നടത്തിയാലും, നാം കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോയാൽ നമ്മെ ജയത്തോടെ നടത്തുവാൻ കർത്താവിന് കഴിയുമെന്നൊരു ദൂത് ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അടുത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? സ്തോത്രം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന്. വാഗ്ദത്ത ദേശത്ത് എങ്ങനെയാ താമസിച്ചത്? അന്യദേശം. കുറച്ചു കാലമേ ഉള്ളൂ.
നമ്മൾ പരദേശികളാണ്, നമ്മൾ പ്രവാസികളാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം, പ്രിയമുള്ളവരെ, പരദേശികളും പ്രവാസികളുമായ നിങ്ങളുടെ ആത്മാവോട് പോരാടുന്ന ജഡമോഹൻ. അപ്പൊ അവിടുത്തെ ജഡമോഹൻ എന്നുള്ള വിഷയമല്ല ഫോക്കസ് ചെയ്യുന്നത് ഞാൻ. പരദേശികൾ, നമ്മൾ പ്രവാസികൾ. ഇന്ന് പല ദൈവമക്കളെയും പഠിച്ചാൽ ദൈവം കൊടുത്ത അവരുടെ പിതാക്കന്മാരൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞെരുക്കത്തിലൂടെയൊക്കെ ജീവിച്ചു. അവരെ ദൈവത്തെ സേവിച്ചത് കൊണ്ട് മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു. ഇപ്പം ആ അനുഗ്രഹത്തിൻ്റെ പുറകെ അങ്ങ് പോകും. കണ്ടുവന്നിരിക്കുന്ന വലിയൊരു ദുരന്തമാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഈ ദൂത് പറയുമ്പോൾ സ്തോത്രം ശ്രദ്ധിച്ചോണം. നമ്മളെ അനുഗ്രഹിച്ച ആ ദൈവത്തെ വിട്ട് അനുഗ്രഹത്തിൻ്റെ പുറകെ പോയാൽ നമ്മളെ നാശത്തിലായിരിക്കും ചെന്ന് പതിക്കും. അനുഗ്രഹം തന്ന ദൈവത്തെ മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു തലമുറകളോടെ. തലമുറകളെ വിട്ടുകളയരുത്. പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അവരെ കൂടി ദൈവം അടിച്ചൊതുക്കി കൊണ്ടുവരും. ഇന്നത്തെ തലമുറകളെ കുറിച്ച് പറയാനാണെങ്കിൽ അത് തന്നെ ഒരു വലിയ ദൂത. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന തലമുറകളാണ്. പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. ഇവിടെ അബ്രഹാം എന്ത് ചെയ്തു? ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവത്തെ സേവിച്ചു. എത്ര കുടുംബങ്ങളുണ്ട് 1-2 തലമുറയോടുകൂടി ദൈവത്തെ സേവിക്കുന്നത് കാണാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചേൽപ്പിച്ചാൽ കർത്താവ് ചെയ്തു തരുമെന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂതായിട്ട് വിളിച്ചു പറയാം. യാക്കോബിനോടും കൂടി ദൈവം ശില്പിയായി നിർമ്മിച്ചതും പിന്നെ ഇവൻ്റെ കാത്തിരിപ്പ് എന്തായിരുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളൊരു നഗരത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. പഴയ നിയമ ഭക്തനെ കുറിച്ചാട്ടോ ഞാൻ പറയുന്നത്. ഇന്ന് പുതിയ നിയമ ഭക്തന്മാർ ആവശ്യത്തിന് സമ്പാദം ഉണ്ടാക്കി വെച്ച് വേറെ എന്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയല്ല. ഈ ഭക്തൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം. പ്രിയ ജോർജ് അച്ഛൻ അടിസ്ഥാനം വിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ്. ഏതോ ഒരു ബിൽഡറാണ് ഇതിൻ്റെ അടിസ്ഥാനം വിട്ടിരിക്കുന്നത്. ഈ കൂടാരത്തിന് തണുപ്പേക്കാതിരിക്കാൻ ചൂടേക്കാതിരിക്കാൻ മാത്രമേ ഉള്ളൂ ഇത്. സ്തോത്രം. ഇത് കഴിഞ്ഞാൽ നമ്മൾ രൂപാന്തര ശരീരം പ്രാപിച്ച് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ അവകാശികളായി തീരണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ എന്തെങ്കിലും അനുഗ്രഹം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നമ്മൾ ആരും പോകരുത്, അതിൽ ആശ വയ്ക്കരുത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. ലോകത്തിനേക്കാളും സമ്പന്നനാ. പുസ്തകം അങ്ങനെയല്ലേ പഠിപ്പിക്കും, ബാക്കിയൊന്നും വായിക്കണ്ടല്ലോ. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. വെള്ളി പൊന്ന് ദാസന്മാർ ഗുണ്ടകൾ തന്നെ വീട്ടിലുണ്ടായിരുന്നു. ഇന്നൊക്കെ നമ്മുടെ നേതൃത്വ നിരകളിലൊക്കെ അവരുടെയൊക്കെ ഇതുപോലെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഗുണ്ടകളൊക്കെ. അതുപോലെ അബ്രഹാമിനും ഉണ്ടായിരുന്നു. പക്ഷേ അബ്രഹാമിൻ്റെ ദർശനമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ദൈവത്തിൻ്റെ സ്നേഹിതനാകുവാൻ അബ്രഹാമിനെ ദൈവം സ്തോത്രം ഇടയാക്കിയതിൻ്റെ പ്രധാന കാരണം അവൻ്റെ കാഴ്ചപ്പാട്. ലോത്തിൻ്റെ കാഴ്ചപ്പാട് ഭൗതികത്തിലേക്ക് പോയപ്പോൾ അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട് ആത്മീകത്തിലേക്ക് പോയി. ദൈവത്തെ ആരാധിക്കുന്നവൻ എവിടെ പോയാലും ദൈവത്തെ ആരാധിക്കാനുള്ള സംവിധാനങ്ങൾ വട്ടം കൂട്ടി അവൻ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി അവൻ നമ്മുടെ കാത്തിരിപ്പ് എന്തിനാ? പൗലോസ് എന്താ പറയുക? നമ്മുടെ കാത്തിരിപ്പ് എന്താ? സ്തോത്രം. കാണാത്തതിനെയല്ല, കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ എത്ര വസ്തു വാങ്ങിക്കൂട്ടിയാലും വീട് വെച്ചാലും അതൊക്കെ നമ്മുടെ ആക്ഷരിക കണ്ണിന് കാണുന്നതാണ്. എന്നാൽ കാണാത്തൊരു സ്വർഗം, കാണാത്തൊരു വെയൂല ദേശം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. പഴയ നിയമഭക്തൻ അതിനുവേണ്ടി കാത്തിരുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തൊരു വിശ്വസ്തനും നെണ്ണുകയാൽ പക്ഷേ വിശ്വാസത്താലുള്ള കാഴ്ചയോട് വെച്ച അബ്രഹാമിന്റെ കൂടെ നടന്ന സഹോദരിയുടെ ചരിത്രം പുസ്തകം എഴുതി വെച്ചിരിക്കുന്ന എന്താ? നമുക്ക് വിശ്വാസമില്ലെന്നേ. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വാസമുണ്ട്, പരിമിതമായിട്ടുള്ള വിശ്വാസമുണ്ട്. എന്നാൽ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ആ സഹോദരി, ഇവിടെ വചനം പറയുന്നത് അല്ലല്ല വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ തന്നെയാണ്. പ്രായം കഴിഞ്ഞിട്ടും ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചക്കപ്പൊക്കെ ഞടുത്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റാവാൻ പോകുന്നില്ല, പൊക്കോ വീട്ടിൽ പോകോ. അല്ല ഡോക്ടറെ, ഒന്നും പറയണ്ട, പൊക്കോ, ഡേറ്റ് കഴിഞ്ഞു, ഏജ് പോയി. ഇവിടെ എത്ര വയസ്സുണ്ട് സാറയ്ക്ക്? അബ്രഹാം വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കുന്നപ്പോഴാണ്, വാഗ്ദത്തം കിട്ടുന്നപ്പോഴാണ് 25 വയസ്സ്. വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കുന്നപ്പോഴാണ്
100 വയസ്സിൽ. സ്തോത്രം. അപ്പോൾ ആ സഹോദരിക്ക് ഇങ്ങനെയുള്ള മുറയൊക്കെ നിന്ന് പോയി, എല്ലാം പോയി. പക്ഷേ ആ വചനം നിങ്ങളൊന്ന് വിശ്വസിച്ചേ, വിശ്വാസത്താൽ സാറയും അബ്രഹാമിനോട് കൂടെ നിൽക്കുക ഈ സഹോദരി. നമ്മുടെ ഭാര്യമാരൊക്കെ നമ്മുടെ കൂടെ നിൽക്കാത്ത നമ്മുടെ പരാജയം മനസ്സിലായി പോകണം. കൂടെ നിന്നാലുണ്ടല്ലോ ശുശ്രൂഷ ഇതൊന്നും ആയിരിക്കത്തില്ല. ഈ സഹോദരി കൂടെ നിൽക്കുക. ഇത് ഞാൻ പറയുന്ന ഒരു രസകരമായിട്ട് തോന്നാം. സാറേന്ന് വിളിച്ചാൽ സാറ് എവിടെയുണ്ട്? കൂടാരത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇന്നത്തെ സാറന്മാരെ വിളിച്ചാൽ എവിടെയുണ്ട്? അടുത്ത വീട്ടിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക, എന്തോ മഴവിൽ മനോരമ കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അബ്രഹാമിൻ്റെ ഭാര്യ എവിടെയുണ്ട്? കൂടാരത്തിൻ്റെ ഉള്ളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഈ ഉപദേശം പറഞ്ഞ് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മൾ അവരെ എൻകറേജ് ചെയ്യേണ്ടത് ആവശ്യമെന്ന് ഈ വേദഭാഗം നമ്മളെ സ്തോത്രം പ്രബോധിപ്പിക്കുകയാണ്. പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഇതെങ്ങനെ കിട്ടി? വിശ്വാസത്താൽ. വിശ്വാസത്താൽ നമുക്ക് പലതും പ്രാപിച്ചെടുക്കാൻ പറ്റും. 3-4 വാക്യോട് വായിച്ചാൽ നിർത്താൻ പോവാ. അടുത്ത ഭാഗത്തിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത ഇന്ന് കിടന്ന് അടിക്കുന്ന സന്തതി. 260 രാഷ്ട്രങ്ങളുണ്ടെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ചിലർ പറഞ്ഞ് 270 ഉണ്ട്. എന്തുമായിട്ട് 200 ചില്ലുവാനൻ രാഷ്ട്രങ്ങളുള്ള നമ്മുടെ ഈ ഭൂമിയിൽ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോകും. സഹോദരൻ, ബൈഡം പോലും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവർ. പുള്ളി പറയാം, അതങ്ങനെ ചെയ്യല്ലേ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കാം, ആരൊക്കെ വന്നാലും ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. കാരണം ഇതെവിടെ നിന്ന് കിട്ടി? ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയാണ് അവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. പ്രാവചനിക നിവൃത്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു വചനം പറയാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായം നിങ്ങൾ വായിച്ചു പഠിച്ചാൽ ഇസ്രയേൽ പർവ്വത നിരകളിൽ ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേലിനെ തകർക്കുവാൻ വേണ്ടി ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയമായെന്ന് എനിക്കറിയത്തില്ല. അന്നേരം ഇവർ കുത്തിയവെങ്കിലേക്ക് നോക്കുവാൻ വേണ്ടി മാത്രം ദൈവം ഒന്ന് കണ്ണടയ്ക്കുന്നതാണ്. ഇവരിൽ 100-ൽ സ്തോത്രം അല്ലെങ്കിൽ 3-2 ഭാഗത്തെയും ഈ ഗോഗ് മാഗോഗിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം നശിപ്പിച്ചു കഴിയുമ്പോൾ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. അതുവരെ അവർക്ക് തോൽവിയില്ല. മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ദൈവപുത്രനെ തള്ളിക്കളഞ്ഞതുകൊണ്ട്. ഇന്ന് അനേകർ ദൈവപുത്രനെ തള്ളിക്കളഞ്ഞു. വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നിടുക, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവർക്കൊരു ദൂതായിട്ട് ഇന്ന് പൽക്കാലം ഇരിക്കട്ടെ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, കർത്താവിനെ അനുസരിച്ചാൽ, കർത്താവിനെ തള്ളിക്കളഞ്ഞാൽ 2 രീതിയിലും ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെടും. തള്ളിക്കളഞ്ഞാൽ അതിനനുസരിച്ച്, കർത്താവിനെ അനുസരിച്ചാൽ അതിനനുസരിച്ച് ദൂത് നമ്മൾ എടുത്തുകൊള്ളുക. ഞാൻ വാചനത്തിലേക്ക് വരുന്നു. സാറയും വാഗ്ദത്തം വിശ്വസത്തിൽ എണ്ണുകയാൽ പുത്രോത്പാദന ശക്തി പ്രാപിച്ച അതുകൊണ്ട് ഒരുവന് മൃതപ്രായവനായന് തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ലഭിച്ചു. 13-ാം വാക്യം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് ഏത് കണ്ടു? ദൂരത്ത് നിന്ന് ഏത് കണ്ടെന്ന്? ഏതാ കണ്ടതെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ. സംഭവം ഉള്ളിൽ കിടപ്പുണ്ട്. ലോ, ദൈവം ശില്പിയായി നിർമ്മിച്ചു അടിസ്ഥാനമുള്ള നഗരം ഒരു കണ്ടെന്ന്. ഇന്നിപ്പോ നമ്മൾ കാണുന്നതോ നമ്മുടെ കാര്യം കുഴപ്പമൊന്നുമില്ല. പലരും കാണുന്നത് മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും പിന്നെ അതും ഇതുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നാം പ്രാപിക്കാൻ പോകുന്ന അനുഭവത്തെക്കുറിച്ചൊരു വെളിപ്പാട് പ്രാപിച്ചെടുക്കണം സഹോദരങ്ങളെ, കർത്താവിന്റെ ദാസന്മാരെ. വിശ്വാസത്താൽ അത് കണ്ടു. ഏത് കണ്ടു? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം വിശ്വാസത്താൽ പ്രിയപ്പെട്ടവർ കണ്ടുകൊണ്ടാണ് മുമ്പോട്ട് യാത്ര. ഈ ലോകത്തിന്റെ ഭൗതികത്തിൽ നമ്മൾ കണ്ണുപതിക്കാതെ പുതിയ യെരൂശലേമിനെ കുറിച്ചും രൂപാന്തര ശരീരത്തെക്കുറിച്ചും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടുപോകണം. കർത്താവിന്റെ പുറകെ പോകാൻ പിശാച് നമ്മളെ ഒടുക്കിക്കളയും. അത് കണ്ടതുകൊണ്ടാണ് ആ ദേശത്തേക്ക് പോകാൻ അവരുടെ ഹൃദയത്തിൽ താല്പര്യം ഉണ്ടായത്. കണ്ടില്ലെങ്കിലോ? അത് കണ്ടു, അഭിനന്ദിച്ചു, ഞങ്ങളങ്ങോട്ട് വരാൻ പോവാ. യെസ്, ഞങ്ങളങ്ങോട്ട് വരിക. ചില പാറയുടെ മുകളിൽ കയറുന്നുണ്ട്, ചിലർ പറയുക മുകളിൽ കയറി വന്നത്. അതുപോലെ വിളിക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കയറി ചെല്ലും. സ്വോത്രം എന്നപോലെ ഞങ്ങൾ അങ്ങോട്ട് വരിക. അവർ അഭിനന്ദിച്ചു, ഞങ്ങൾ വരികയാണെന്ന് പറഞ്ഞു. അത് കണ്ടു. ആ ഓട്ടം
അങ്ങോട്ടാക്കി. നമ്മുടെ അവസ്ഥ എന്താണെന്ന് വചനത്തിലൂടെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. ഇവരെല്ലാവരും വാഗ്ദത്തം പ്രാപിക്കാൻ ദൂരത്ത് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും. പിന്നെയും പറയുന്നു അന്യരും പരദേശികളും. നമുക്കിവിടെ ഒന്നുമില്ലേ, നമുക്ക് വീടില്ല, കൂടില്ല, കാറില്ല, ഒന്നും ചുക്കുമില്ല. ഇതൊക്കെ 70-80 സംവത്സരം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ചില മെറ്റീരിയൽസ് ആണ്. ഇതിൽ നമ്മുടെ ഹൃദയം ഉടക്കിപ്പോകരുത്. പല വർഷന്തരാജന ചെല്ലു പറയാറുണ്ട്, എനിക്ക് വീടില്ലായിരുന്നു, കർത്താവ് എനിക്കൊരു വീട്. അങ്ങനെയൊന്നും പറയണ്ട. ഒരു കൂര തന്നെന്ന് പറഞ്ഞാൽ മതി, ഒരു കൂടാരം തന്നെന്ന് പറഞ്ഞാൽ മതി. വീട് നല്ലതൊക്കെ ആയിരിക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നതാണ് വിഷയം. അതിനെ നമ്മളെടുത്ത് വലുതാക്കി പറയുമ്പോൾ അത് കാരണം ദൈവം തന്നെ Efesyർ 1:3 എന്താ എഴുതിയൊക്കെ ചെയ്യും ഇത് വായിച്ചേ. കാണാതെ അറിയാൻ പറയേണ്ട കാര്യങ്ങൾ അതൊക്കെ. Efesyർ 1:3 സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവർ. അപ്പം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ആത്മീയമായിട്ടാണ്. പിന്നെ എന്തിനാ ഈ ഭൗതികത്തെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്? കർത്താവ് വീട് തന്നോ? അത്യാവശ്യം താമസിക്കാൻ വീട് തന്നു, ചില നല്ലതായിരിക്കും ചെറുതായിരിക്കും, കുഴപ്പമില്ലേ. കർത്താവ് ഒരു വാഹനം തന്നു, ദൈവം എനിക്കൊരു വാഹനം തന്നു, അത് വാട്സപ്പിൽ എടുത്ത് ഇടുക, എനിക്കൊരു വാഹനം തന്നു, അതിൻ്റെ മുകളിൽ കയറുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് നിൽക്കുക, എനിക്ക് അതിനോടും വലിയ താല്പര്യം. വാഹനം തന്നെങ്കിൽ നല്ലത്, വീട് തന്നെങ്കിൽ നല്ലത്, നല്ല കുടുംബം എന്തെങ്കിലും തന്നെ, അതിന് മേൽ നമ്മുടെ ആശ വയ്ക്കരുത്. കാരണം നമ്മൾ ഭൂമിയിൽ അന്യരും പരദേശികളും 70-80 സംവത്സരം കഴിയുമ്പോൾ ഇതൊക്കെ വിട്ടിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ സിയോനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ ഈ ഭൂമിയിൽ അന്യനും പരദേശിയുമാണെന്ന് എല്ലാ ദിവസവും എണ്ണിക്കോണം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവെ അന്യനും പരദേശിയുമായ അടിയൻ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു എന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും കുഴപ്പമില്ല. അപ്പോൾ ആ ചിന്ത ഉള്ളിൽ കിടക്കും, ഞാൻ അന്യനാണ്, അന്യദേശത്ത് പരദേശി, പാട്ടൊക്കെ പാടും. പക്ഷേ ജീവിതം വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ലോകത്തിലെ ഭൗതിക മെറ്റീരിയൽസിന് നമ്മൾ വില കൊടുക്കരുത് പ്രിയമുള്ളവരെ. സ്തോത്രം. കാരണം ഇവരെന്താ പറഞ്ഞേക്കുന്നത്? ഇവരെല്ലാവരും വാഗ്ദത്ത ദേശത്ത് തങ്ങൾ അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞുകൊണ്ട്, ഭൂമിയിൽ അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവർക്ക് കൊടുത്ത വിശ്വാസത്തിലും പ്രമാണത്തിലും വ്യവസ്ഥയിലും നിലനിന്ന് ജീവിതം സ്തോത്രം അവർ മരിച്ചു മാറ്റപ്പെട്ടു. ഇന്ന് പല ഭക്തന്മാരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നല്ലൊരു തുടക്കത്തിലേക്ക് വന്നു. ബിഗിനിങ് സ്റ്റേജ് മനോഹരമായിരുന്നു. ഭൗതികമായ അനുഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടി കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസമെല്ലാം വിട്ട് അവർ വിശ്വാസം വിട്ടുമരിച്ചു. അവർ പ്രത്യാശ വിട്ടുമരിച്ചു. അവർ പ്രമാണങ്ങളെ വിട്ടുമരിച്ചു. അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പുറംകാലം കൊണ്ട് തട്ടിക്കളച്ച് ഭൗതിക അനുഗ്രഹത്തിൽ സന്തോഷിച്ച് അവർ മരിച്ചു. ഇവിടെ എഴുതി വെച്ചേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച വാക്യം ഓട്ടോ എല്ലാവരുടെ പുസ്തകത്തിൽ അതുണ്ടോ? കണ്ട് അഭിവന്ദിച്ചും ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. ഭൂമിയിൽ നിങ്ങൾ അന്യരാണ്, പരദേശികളാണ്, ഞങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങൾക്ക് തന്നാലും ഇതൊന്നും ഞങ്ങൾക്കുള്ളതല്ല, താൽക്കാലികമായി. നേരത്തെ പറഞ്ഞല്ലോ, മഴ കൊള്ളാൻ പാടില്ല, തണുപ്പടിക്കാൻ പാടില്ല, ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണം, കൊതു കൊള്ളാൻ പാടില്ല. അതിനുവേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു വീടായിട്ടോ അല്ലെങ്കിൽ ഒരു വാഹനമായിട്ടോ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ അന്യരാണ് കർത്താവേ, പരദേശികളാണ് കർത്താവേ, ഇതെല്ലാം വിട്ട് ഞങ്ങൾ പോകേണ്ടവരാണ്. പൗലോസിന്റെ ഒരു വാക്കുകൂടി ഞാൻ കടമെടുത്ത് പറയാം, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കും. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കടിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അടുത്തേ അത് വിട്ടോടാൻ. ഇപ്പൊ ചിലർ പറഞ്ഞാൽ തിമോത്തിയോസിനോട് പറഞ്ഞേക്കാൻ, നമ്മളോടല്ലെന്ന്. തിമോത്തിയോസിനോട് പറഞ്ഞേക്കാൻ വിട്ടോടാൻ, നമുക്കത് വിട്ടോടാം, നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. താറാവ് കൃഷി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പ്രിയ സഹോദരൻ സ്വർഗത്ത് കണ്ടേന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആത്മീയ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരൻ പറയുക, പക്ഷേ താറാവ് കൃഷി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആ സഹോദരൻ സ്വർഗരാജ്യത്ത് കണ്ടേനെ. പക്ഷെ ഇപ്പം എന്ത് പറ്റി? നിങ്ങൾ ചിന്തിച്ചോ, ബാക്കിയൊക്കെ നിങ്ങൾ ചിന്തിച്ചോ. ഞാൻ പുള്ളിയെ താറടിച്ച് കാണിക്കുകയല്ല. KP ഓനാൻ സാറിനെ ഞാൻ താറെടുത്ത്, ഇന്ത്യയുടെ അപ്പോസ്തലനാണ് KP ഓനാൻ സാറ്. അങ്ങനെ എനിക്ക് കിട്ടിയ വിഷൻ. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മൾ അന്യരാണ്, നമ്മൾ പരദേശികളാണ്, നമ്മൾ വേറൊരു ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. പരദേശി മോക്ഷയാത്ര എന്നുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? പരദേശി മോക്ഷയാത്രയുടെ ലക്ഷ്യം എപ്പോഴും ആ മോക്ഷത്തിൽ ചെന്നെത്തണമെന്നാണ്.
ഇവിടെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ കിടന്ന് കളിക്കുകയും അതിമേ കിടന്ന് താലോലിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്താൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ആ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താൻ കഴിയാതെ വഴിയിൽ വെച്ച് പട്ടുപോകും. വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അതിൻ്റെ അർത്ഥം കർത്താവ് തന്ന പ്രമാണം അനുസരിച്ചോളാൻ. അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരിക. അന്യനും പരദേശം ഒരു വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പുതുദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അടുത്ത വാക്യം. അവർ വിട്ടുപോകുന്നതിന് മടങ്ങി പോകാൻ ഈ ഇട ഉണ്ടായിരുന്നുവല്ലോ. എടാ, ഈ ഹാബേൽ മുതൽ ശമൂവേൽ പ്രവാചകന്മാർ വരെ പേരെടുത്ത് പറയുന്ന പഴയ നിയമ ഭക്തന്മാർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. നമ്മുടെ പ്രതാപമുള്ള പഴയ ജീവിതം. ഞാൻ കുറച്ച് നാൾ ഗൾഫിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയാം. അവിടെ തിന്ന കോഴിയിറച്ചി, അവിടെ തിന്ന ആ പഴയ ജീവിതവും കപ്സയൊക്കെ ചില സമയത്ത് ഇല്ലാതെ നമുക്ക് അയവിറക്കി പോയി. ദൈവമേ, അങ്ങനെ ഒന്നുകൂടി നിങ്ങൾ പോയെങ്കിലും. ഒരു ചാൻസ് കിട്ടിയിട്ട് ഞാൻ പോയില്ല, കാരണം പ്രാർത്ഥിച്ച പതിവില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടുകളഞ്ഞു. സ്തോത്രം. ആ പഴയ വിട്ടുപോകുന്നതിനെ ഓർക്കരുത്. വിട്ടുപോകുന്നതിനെ ഓർക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് അത് കണ്ട് അഭിബന്ധിച്ച് മുന്നോട്ട് പോകണം. അതാ ഇവർ ചെയ്തത്. ഈ പഴയ നിയമ ഭക്തന്മാർ ചെയ്തത് അതാണ്. അതാ നമ്മളും ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പരാജയപ്പെട്ട് കിടക്കുക. ഞാൻ പല സ്ഥലത്തും ചെല്ലാൻ നേരത്തെ ഞങ്ങളുടെ പപ്പായും ഞങ്ങളുടെ മമ്മിയും കർത്താവിനെ സേവിച്ചു. ഒരു തുണിക്ക് മറുതുണിയില്ലായിരുന്നു. ശരി, അവർ പറയുന്നത് ശരിയാ. അപ്പച്ചൻ പാസ്റ്റർ രാത്രി സുവിശേഷ വേല കഴിഞ്ഞിട്ട് വന്നിട്ട് ആ മുണ്ടും ആ ജുബയും ആണ്ടർവെയറൊക്കെ കൂടി കഴുകിയിട്ടു പിറ്റേ ഒരു കൈലി കൊടുത്തിട്ട് ആ ജീവിതം. പിറ്റേ ദിവസം രാവിലെ അത് ഉണക്കി തേപ്പ് എങ്ങനെയാണെന്നറിയാമോ? ഇപ്പം നമ്മൾ അയൺ ബോക്സൊക്കെ വെച്ച് തേക്കും, വെളിയിൽ കൊടുത്ത് തേക്കുന്നു. എല്ലാം കൂടി മടക്കി തലയിലെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി ഒരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ തേച്ച് കിട്ടി. പിന്നെ അത് വിട്ടുണ്ടാ പോണത്. സ്വത്രം. അങ്ങനെ ജീവിച്ച പിതാക്കന്മാര് മക്കൾ പറയുകയാണ്, ഞങ്ങളുടെ പപ്പ അങ്ങനെ കഷ്ടപ്പെട്ട് സേവിച്ചത് കൊണ്ട് ഞങ്ങളെ ദൈവം 5 രാജ്യങ്ങളിലേക്കാണ് ഞങ്ങളുടെ 5 മക്കളെ അയച്ചത്. നല്ല കാര്യം, അത് നല്ല കാര്യം. കാരണം കഷ്ടത മാറ്റിയല്ലോ. നിന്റെ ആത്മീയ നിലവാരം എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ ചോദ്യം അവിടെയാണ്. ആത്മീയമായിട്ട് എങ്ങനെ ഇരിക്കുന്നു? വിശ്വാസത്തിലും വചനത്തിലും നീ സമ്പന്നനാണോ? 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്കുകൾ, അവർ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായമാണെന്ന് തോന്നുന്നു, സന്തോഷ സമൃദ്ധി ഉണ്ടായി മക്കോദോന്യ സഭയ്ക്ക്. ഹല്ലേലൂയ. റോമാലേഖനം പഠിക്കുമ്പോൾ ദൈവകൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി. സ്തോത്രം. യാക്കോബ് പറയുന്നു, അവൻ വിശ്വാസത്തിൽ സമ്പന്നനാക്കി. ദൈവകൃപയുടെ സമൃദ്ധി, ആത്മീയ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? അത് തിരിച്ചു പിടിക്കണം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആത്മീയ അനുഗ്രഹത്തിന്റെ കലവറകൾ തിരിച്ചു പിടിക്കണം. ആത്മീകമാണ് വലുതെന്ന് മനസ്സിലാക്കി, ഭൗതികം ഒന്നുമല്ലെന്ന് മനസ്സിലാക്കി, അത് നമ്മളെ നശിപ്പിച്ച് കളയുന്നതാണെന്ന് മനസ്സിലാക്കി, വീടോട് വീട് കൂട്ടുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർ അയ്യോ കഷ്ടം. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ചേ? ദൈവം ഞങ്ങൾക്ക് 4 വീട് തന്ന് 4 എന്ത് അടച്ചിട്ടിരിക്കുക. കൂട്ടുസഹോദരൻ താമസിക്കാൻ കൊടുക്കുക, അതിപ്പോൾ പറ്റത്തില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുക. എങ്ങനെയുണ്ട് കാഴ്ചപ്പാട്? ഇതൊക്കെ പൊളിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ മിനിസ്ട്രിയാണ് കർത്താവിന്. ഞാനത് പറയും, എനിക്ക് മേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ദൈവവചനത്തിലുള്ള കാര്യങ്ങളാണ്. അവരെ എന്ത് കണ്ടു? സ്തോത്രം. ആ വാക്യം കൂടി പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണും. ഏതാണ് ഈ പിതൃദേശം? ഏതാണ് ഈ പിതൃദേശം? ദൈവം ശക്തിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരമാണ് ഈ പിതൃദേശം എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ അപ്പനും അമ്മയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്വത്തൊന്നുമല്ല. അവർ കൊടുത്തിരിക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊന്നുമല്ല. സ്തോത്രം. ഇനി അടുത്ത വാക്യം അതോട് വായിച്ചാൽ പ്രാർത്ഥിക്കാൻ പോവാ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ അടുത്ത അവരോ അധികം നല്ലതിനെ സ്വർഗീയമായത് തന്നെ കാക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പുതിയ നിയമ ഭക്തന്മാരായ നമ്മളോട് ഞാൻ ചോദിക്കുന്നു, നമ്മൾ എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത്? സ്വർഗീയമായത് കാക്ഷിച്ചുകൊണ്ടാണ് ഓരോ ദിവസം പോകുന്നത്. ഹല്ലേലൂയ. അതോ നമ്മുടെ ലക്ഷ്യങ്ങൾ ഭൗതികത്തിൽ നമ്മുടെ കണ്ണുകൾ പതിക്കുകയാണോ ലോത്തിനെ പോലെ? ഇതൊരു പ്രവചന ശബ്ദമായിട്ട് ഏറ്റെടുക്കരുത് മക്കളെ. ഹല്ലേലൂയ.
പഴയ നിയമ ഭക്തന്മാർ സ്വർഗീയമായത് കണ്ടുകൊണ്ട് വിട്ടുപോകുന്നതിനെ ഓർക്കാതെ ആ സ്വർഗീയമായത് പ്രാപിക്കാൻ വിശ്വാസത്തിൽ നിലനിന്ന് മരിച്ചുവെന്ന് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇന്ന് പലരും വിശ്വാസം വിട്ടല്ലേ മരിക്കുന്നത്. എനിക്ക് ഒത്തിരി പേരെ അറിയാം. പേരെടുത്ത് ഞാൻ ആരെയും പറഞ്ഞ് അവഹേളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. യോഹന്നാൻ സാറിൻ്റെ പേര് പിന്നെ വായി വന്നു പോയതാണ്. ഒത്തിരി പേരെ എനിക്കറിയാം. അവരെ എൻ്റെ കൂടെ വിശ്വാസം, എനിക്ക് 50 വർഷമായി ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട്. ആ സമയത്തൊക്കെ ഒരു ദരിദ്രന്മാരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നില്ല. ഇപ്പോഴവരൊക്കെ നല്ല വീടും നല്ല സാഹചര്യങ്ങളും സമ്പത്തും ഒക്കെ വന്നു. പക്ഷെ ഞാനവരെ പഠിച്ച് നോക്കിയിട്ട് പക്ഷേ നമുക്കൊരു മീറ്റിംഗ് കൊണ്ട് വരണമല്ലോ, അത് പൊരുത്ത പോലെ എനിക്കിപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. എല്ലാ മാസവും നമുക്കിവിടെ ഒരുമിച്ച് കൂടാം, ഒരു ചിലവുമില്ല. ഒരു കഞ്ഞിയും പയറും വെച്ചാൽ അതിന് ഇത്ര ചിലവേ ഉള്ളൂ. സ്തോത്രം. നുറുക്ക് ചൂടിരുന്ന് പ്രാർത്ഥിച്ച് വചനങ്ങൾ ധ്യാനിച്ച് നമുക്ക് ആത്മീകരായി കർത്താവിൻ്റെ വരവിനോട് ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ. ഇനി അധിക നാളുകളില്ല. ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ഇതാ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആ ഇസ്രായേലിനെ തകർക്കുന്നതിന് മുമ്പ് ദൈവസഭ മാറ്റപ്പെടുമെന്ന പ്രവചന സൂക്തങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം, സ്തോത്രം. ഇനിയൊരു 3-4 ലോകമഹായുദ്ധത്തിൻ്റെ മണിനാദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. യുദ്ധങ്ങളിലൂടെ 1, 2 ലോകം, 1-ാം ലോകമഹായുദ്ധത്തിൽ 1 കോടി ജനം മരിച്ചു. കോടിക്കണക്കിന് ആൾക്കാർ സ്തോത്രം കഷ്ടതയിലൂടെ കടന്നു പോകാനിടയായി. 2-ാം ലോകമഹായുദ്ധത്തിൽ 5 കോടി ജനം മരിച്ചെന്നാണ് പറയുന്നത്. അതുപോലെ ഇരട്ടി ആൾക്കാർ മുറിവേറ്റവരായി കിടക്കുന്നു. ഇനി ഒരു 3-ാം ലോകമഹായുദ്ധത്തിന് വേണ്ടിയുള്ള മണിനാദം ഈ ഉക്രൈൻ, റഷ്യ, ഇസ്രയേൽ, പലസ്തീൻ ആ യുദ്ധങ്ങളെ വിവേചിച്ച് പണിക്കുമ്പോൾ ആ മണിനാദം മുഴങ്ങിക്കൊണ്ടിരിക്കുക. ആ യുദ്ധം കനത്ത് ഇസ്രായേലിനെതിരെ ഘോരമായ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വേദപണ്ഡിതന്മാർ പറയുന്നു, സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. ഹല്ലേലൂയ. ദൈവസഭ മാറ്റപ്പെടും. കർത്താവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവമക്കൾ, സ്വഭാവമുള്ളവർ, ആത്മാവിൽ ആരാധിക്കുന്നവർ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ, ആത്മാവിൽ പ്രസംഗിക്കുന്നവർ ഇവിടെ നിന്ന് മാറ്റപ്പെടും. ആ കൂട്ടത്തിലാണോ നമ്മൾ? സ്വത്രം, 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 സ്വത്രം. അവരോ അധികം സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചുകൊണ്ടിരുന്നു. സ്വർഗീയമായത് കാക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ദൈവം എന്ന് പറയാൻ ദൈവത്തിന് ലജ്ജയില്ല. ഇന്നത്തെ പുതിയ നിയമ ഭക്തന്മാരെ കുറിച്ച് ദൈവം ലജ്ജിക്കുക. കാരണം എന്താ? അവർക്ക് ഭൗതികം വർദ്ധിച്ചപ്പോൾ ദൈവത്തെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൻ്റെ ഇന്നർ മെസ്സേജ് മനസ്സിലാക്കുക. നമുക്ക് ഭൗതികം വേണം, നമുക്ക് ജീവിക്കാൻ ഭൗതികം വേണം, മറ്റുള്ള മുമ്പിൽ നമ്മൾ മാനം കെട്ടു പോകരുത്, അതെല്ലാം വേണം. പക്ഷേ ഭൗതികം നമ്മെ നിയന്ത്രിക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ പാടില്ല. ആ ഭൗതികം നമ്മളെ കടിഞ്ഞാലിടാൻ നമുക്ക് പാടില്ല. ഭൗതികമല്ല വിഷയം. അബ്രഹാമിന് ഭൗതികമല്ല വിഷയം. അബ്രഹാം ലോത്തിനേക്കാൾ സമ്പന്നനായിരുന്നെങ്കിലും അബ്രഹാമിൻ്റെ ദർശനം സ്വർഗീയമായി, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമായി. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വാത്സല്യ ഭവനത്തിൽ പ്രിയാച്ചാൻ്റെ ആ ഭവനത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് പ്രാർത്ഥിപ്പാനിടയായി. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ ശ്രേഷ്ഠമായ ദൂതുകൾ കർത്താവെ നൽകി തന്നു. ആ വചനങ്ങളെല്ലാം ഞങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. കഷ്ടതയുടെ തീച്ചൂളയിൽ, പ്രതികൂലങ്ങളുടെ തീച്ചൂളയിൽ, പോരാട്ടങ്ങളുടെ തീച്ചൂളയിൽ, ദുഷ്ടനായ സാത്താൻ കൊണ്ടുവരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങൾ തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ആ കുശവന്റെ കളിമണ്ണ്, കയ്യിലെ കളിമണ്ണ് അത് ചീത്തയായി പോയെങ്കിലും ആ കുശവൻ മറ്റൊരു പാത്രമാക്കി മാറ്റിയതുപോലെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ മറ്റൊരു പാത്രമാക്കി മാറ്റണമേ കർത്താവേ. ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഉന്നതമായ വിളി, സ്വർഗീയമായ വിളിയുണ്ടല്ലോ കർത്താവേ. അതിനാൽ മറ്റൊരു മാനപാത്രമാക്കി, അങ്ങേക്ക് പ്രയോജനമുള്ള ഒരു പാത്രമാക്കി അനേകർ ഞങ്ങളിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, ക്രിസ്തുവിൻ്റെ പ്രകാശധാരകളായി ജീവിക്കുവാൻ, ഉപ്പ് പോലെ രുചിക്കുവാൻ, വെളിച്ചം പോലെ പ്രകാശിക്കുവാൻ ദാസന്മാരാകുന്ന ഞങ്ങൾക്ക് കൃപ തരണം. പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയോടായി സ്തോത്രം.